രണ്ടാം ചേരരാജാക്കന്മാർ AD 6-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനുമിടയിൽ ദക്ഷിണേന്ത്യയിൽ, അതായത് വിന്ധ്യാപർവ്വതത്തിന് തെക്കുള്ള ഭൂപ്രദേശത്ത് 12ഓളം രാജവംശങ്ങൾ ഉയർന്നു വന്നു. തെക്കൻ തമിഴ്നാട്ടിലെ പാണ്ഡ്യന്മാർ, വടക്കൻ തമിഴ്നാട്ടിലെ പല്ലവർ, കർണാടകയിലെ ചാലൂക്യർക്ക് ശേഷം രാഷ്ട്രകൂടന്മാർ, AD 9-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ പല്ലവരെ തകർത്തുകൊണ്ട് ചോളന്മാർ, ഇവരൊക്കെ ഈ കാലത്തെ പ്രധാന രാഷ്ട്രീയ ശക്തികളായിരുന്നു. ഈ കാലഘട്ടത്തിൽ, അതായത് AD 800 മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം ദശകം വരെ കേരളത്തിൽ രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ടായിരുന്നവരാണ് ചേരന്മാർ. കാർഷിക സമ്പദ്ഘടനയുടെ പ്രാദേശികവൽക്കരണമാണ് ഈ രാഷ്ട്രീയ ശക്തികളുടെ ഉത്ഭവത്തിന് കാരണമായി പൊതുവെ വിശദീകരിക്കപ്പെടുന്നത്. രണ്ടാം ചേരരാജാക്കന്മാരുടെ ചരിത്ര പഠനത്തിന് നിർണായകമായ സംഭാവനകൾ നൽകിയ രണ്ടുപേർ പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയും ഡോക്ടർ MGS നാരായണനുമാണ്. ചേരരാജാക്കന്മാർ രണ്ടാം ചേരരാജാക്കന്മാരെന്ന പേരിലും മഹോദയപുരത്തെ കുലശേഖരന്മാരെന്ന പേരിലും കേരളത്തിലെ പെരുമാക്കന്മാരെന്ന പേരിലും അറിയപ്പെടുന്നു. രണ്ടാം ചേരരാജാക്കന്മാരെന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നതെങ്കിലും സംഘസാഹിത്യകൃതികളിലെ ചേര മൂപ്പന്മാരും AD 8-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ചേരന്മാരും തമ്മിലുള്ള ബന്ധം ഇതേവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല.